ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന സീരീസ് ഏറ്റവും ആദ്യം കണ്ട ആളുകൾ പിന്നീട് അത് ജനകീയമായപ്പം ഇപ്പം ഈ പറയുന്ന ഊളകളും കോളനികളും എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കുമായിരുന്നല്ലോ. അങ്ങനത്തെ ടേം ഉപയോഗിച്ചാൽ ഇപ്പം എല്ലാവരും കണ്ടു തുടങ്ങി. ഞങ്ങളൊക്കെ കണ്ട സമയത്ത് ഇവിടെ താൻ എന്താ ചെയ്തത്, താനിത് കുറച്ച് നേരത്തെ കണ്ടു എന്നുള്ളല്ലാണ്ട് വേറൊരു ക്വാളിറ്റി ഒന്നും എനിക്കില്ല. അതായത് ഓക്കെ, അപ്പോൾ ആദ്യം കണ്ടു എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ എവിടെയാണ് ഇതിൻ്റെ ഒരു കുഴപ്പം കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ ഉള്ള ആളാണെങ്കിൽ ഇങ്ങനത്തെ ചില അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ബ്രേക്കിംഗ് ബാഡൊക്കെ ഉറക്ക ഗുളികയല്ലേ ബ്രോ, ഡാർക്ക് ഈസ് ഓവർ റേറ്റഡ് ബ്രോ. ഈ ഗെയിം ഓഫ് ത്രോൺസോ ഫുള്ള് ലാഗല്ലേ, ഒരു യുദ്ധം കാണാൻ വേണ്ടി എത്ര എപ്പിസോഡ് കാണണം എന്നിട്ട് വേണം ഒരു യുദ്ധം എത്താൻ, അതൊക്കെ ആരെങ്കിലും കാണുമോ എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ആക്ച്വലി ആദ്യം കണ്ടു രണ്ടാമത് കണ്ടു എന്നുള്ള പ്രശ്നമല്ല, ഇത് വേറെ ഒരു പ്രശ്നമാണ്. പറഞ്ഞുതരാം. ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. ബ്രേക്കിംഗ് ബാഡ് തന്നെ എടുക്കാം. ബ്രേക്കിംഗ് ബാഡ് എന്താണ്? ഒരു ഡ്രാമയാണ്, ഒരു പ്രോപ്പർ ഡ്രാമ. അതിൽ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് മുഴുവൻ. അതിൽ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താണ് കഥ? ഒരു കെമിസ്ട്രി ഒരു ടീച്ചർ വലിയൊരു ഡ്രഗ് എംപയർ, ഒരു മെത്ത് എംപയറിൻ്റെ ഒരു വലിയ ആളാവാണ് ആ രാജ്യത്തിലെ തന്നെ. അപ്പോൾ ഇത് ചില തെലുങ്ക് സിനിമയും വിജയിൻ്റെ സിനിമയൊക്കെ പോലെ ഇന്ന് മെത്തുണ്ടാക്കാൻ തുടങ്ങി, നാളെ 100 പേരിനെ അടിച്ചിട്ടു, കോമ്പറ്റീഷനിലുള്ള ഗ്യാങ്സ്റ്റേഴ്സിനെയൊക്കെ അടിച്ചിട്ടു, മറ്റന്നാൾ സ്റ്റേറ്റിൻ്റെ വലിയ ആൾ, അടുത്ത ദിവസം രാജ്യത്തിലെ വലിയ ആൾ, അതിൻ്റെ അടുത്ത ദിവസം വേൾഡിലെ തന്നെ ഏറ്റവും വലിയ മെത്തുണ്ടാക്കുന്ന ആൾ. അങ്ങനെ ആവില്ലല്ലോ. ഇതൊരു റിയാലിറ്റിയിലുള്ള പരിപാടിയാണ്. അതായത് ശരിക്കും ഒരാൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കാം എന്ന് പറയുന്ന, അതായത് അയാൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അയാളുടെ ജീവിതത്തിൽ അയാളുടെ അപ്പോൾ നടക്കുന്ന അയാളുടെ കുറേ ഇമോഷൻസിലൂടെ അയാൾ കടന്നു പോകുന്ന ആ ഒരു ജേണിയിൽ നിന്നാണ് അയാൾ ഓരോ ഡിസിഷൻസും എടുക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലോ ബേൺ ആയിരിക്കും. അതായത് അയാൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ അയാളുടെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. അത് കണ്ടാലേ ഇയാൾ ഒരാളെ കൊല്ലാൻ നോക്കുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഒരാളെ പോയി കൊല്ലില്ലല്ലോ. അയാൾ ഇതിങ്ങനെ വന്നാൽ അങ്ങനെ ഇപ്പോൾ കുറേ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തിയിട്ടായിരിക്കുമല്ലോ ഒരാളെ കൊല്ലാനുള്ള തീരുമാനം എടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ കുറേ റീൽസ് കണ്ടിട്ടുണ്ട്, ഈ മാസ് എഡിറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഐ ആം ദ ഡേഞ്ചർ എന്നൊക്കെ പറയുന്നു, എൻ്റെ പേര് പറയടാ എന്നൊക്കെ വേറൊരുത്തരോട് പറയുന്നു. അപ്പം നിങ്ങളത് കേൾക്കുമ്പോൾ ഇതെന്തോ ശരിയായ മാസ് പരിപാടിയാണ് കാണാമെന്ന് പറഞ്ഞിട്ട് ഒരു സീരീസും കാണാത്ത ആൾ ആദ്യമായിട്ട് ബ്രേക്കിംഗ് ബാഡ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് തോന്നും ഇതൊരു ഉറക്ക ഗുളികയാണെന്ന്. എന്നിട്ട് നിങ്ങൾ ഇതുപോലത്തെ ഒരു വീഡിയോൻ്റെ അടി വന്ന് കമൻറ്റ് ചെയ്യും ബ്രേക്കിംഗ് ബാഡ് ഈസ് ഉറക്ക ഗുളികയാണെന്ന്. പിന്നെ ഇത് ബ്രേക്കിംഗ് ബാഡ് മാസ്റ്റർ പീസ് ആണെന്ന് പറയുന്നവരും ഉറക്ക ഗുളിക ആണെന്ന് പറയുന്നവരും തമ്മിൽ വൻ അടി നടക്കും. ഇതാണ് ആക്ച്വലി പ്രശ്നം. ആദ്യം കണ്ടു രണ്ടാമത് കണ്ടു എന്നുള്ളതല്ല, എന്ത് കണ്ടു, നീ എന്താണ് കണ്ടത്, അത് മനസ്സിലാക്കി കണ്ടിട്ടുണ്ടോ, അത് അത്രേ ഉള്ളൂ കാര്യം.